നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സ്വാന്തനം മുതൽ ദൃശ്യം വരെ നിരവധിയായ ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ ചലച്ചിത്ര താരമാണ് മീന. മോഹൻലാലിൻ്റെ നായികയായി മീന അഭിനയിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതോടെ മലയാളികൾക്ക് സ്വന്തം വീട്ടിൽ സ്വന്തം അംഗത്തെ പോലെ പ്രിയങ്കരിയായിരുന്നു മീന. ഇടക്കാലത്ത് വിവാഹം കഴിച്ച് മീന ഈ രംഗം വിട്ടു. അതിനുശേഷം ഭർത്താവിൻ്റെ മരണശേഷം കുറച്ചു കാലം ഏകാന്ത ജീവിതം അനുഷ്ഠിച്ച ശേഷം സിനിമകളിൽ അഭിനയിക്കാൻ അവർ തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ മീനയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നത് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നുവെന്നാണ്. മീനയുടെ അമ്മ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരിയായിരുന്നു. കണ്ണൂർ സ്വദേശിനിയാണെങ്കിലും അവർ ജനിച്ചതും വളർന്നതുമൊക്കെ ചെന്നൈയിലാണ്, മദ്രാസിലാണ്. അവരുടെ അമ്മ അവിടുത്തെ പ്രമുഖ ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മീനയ്ക്ക് അങ്ങനെ രാഷ്ട്രീയ ആഭിമുഖ്യമൊന്നും ഉണ്ടായില്ല. എന്നാൽ മീന ഇപ്പോൾ BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറെ മീന കണ്ടിരുന്നു. അവരുടെ ആ സന്ദർശനത്തെ തുടർന്നാണ് മീന BJPയിൽ ചേരുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. തമിഴ്നാട്ടിൽ BJP ഇപ്പോൾ വലിയ തേരോട്ടത്തിന് ലക്ഷ്യമിടുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ നിയമസഭയിൽ നേടാൻ BJPക്ക് കഴിഞ്ഞു. അണ്ണാമലൈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും BJPക്ക് അടിത്തറ വിപുലപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പുതിയൊരു BJP അധ്യക്ഷൻ രംഗത്ത് വരികയും നിലവിൽ ധാരാളം ചലച്ചിത്ര താരങ്ങളെയും മറ്റ് സമൂഹത്തിലെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നവരെയും BJPയിലേക്ക് കൊണ്ടുവരാനും തമിഴ്നാട്ടിൽ BJPയെ വലിയൊരു ശക്തിയാക്കി മാറ്റി തീർക്കാനുമാണ് ഇപ്പോൾ BJP നേതൃത്വം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര BJP നേതൃത്വമാകട്ടെ തമിഴ്നാടിനെ തങ്ങളുടെ പ്രധാന ഒരു അജണ്ടയിലുള്ള സംസ്ഥാനമായിട്ടാണ് കാണുന്നത്. കർണാടക കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ അധികാരം പിടിക്കുക ഇനി തമിഴ്നാട്ടിലായിരിക്കുമെന്ന് നേരത്തെ തന്നെ BJP നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. RSSൻ്റെയും അനുബന്ധ സംഘപരിവാർ സംഘടനകളുടെയും പ്രവർത്തനം ഇപ്പോൾ സജീവമായി തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. BJPയിലേക്ക് കൂടുതൽ സിനിമാ താരങ്ങളെയും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെയും കൊണ്ടുവരാനുള്ള നീക്കവും കേന്ദ്ര BJP നേതൃത്വം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് മീന BJPയിൽ ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ വാർത്തകളൊന്നും മീന തള്ളിക്കളഞ്ഞിട്ടുമില്ല. താൻ BJPയിൽ ചേർന്നുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ BJPയിൽ ഇപ്പോൾ ചേരാത്ത ആരാണ്, നിരവധി പേർ ആ പാർട്ടിയിൽ ചേരുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ് മീന ഉയർത്തുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ BJP ഉന്നം വയ്ക്കുന്നത് സിനിമാ രാഷ്ട്രീയം തന്നെയാണോ എന്നുള്ള സൂചനയും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. നിരവധി നേതാക്കളെ അല്ലെങ്കിൽ നിരവധി ചലച്ചിത്ര താരങ്ങളായി പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയ പലരെയും BJP അവിടെ നോട്ടമിടുന്നുണ്ട് എന്നാണ് സൂചന. രജനീകാന്തിനെ പലതവണ BJP നോട്ടമിട്ടെങ്കിലും അദ്ദേഹം പൊതുവായ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാൻ, തുറന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ BJP ഒരു മൂവ്മെൻറ്റായി അവിടെ മാറുകയാണെങ്കിൽ അവർക്ക് പിന്തുണ നൽകാൻ ഒരുക്കമാണെന്ന് രജനീകാന്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദിയുമായും പലതവണ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മീന രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നുള്ളത് പുതിയ സൂചനയായിട്ടാണ് കാണുന്നത്. മലയാളികൾക്കും തമിഴർക്കും ഒരേപോലെ പ്രിയങ്കരിയായ നിരവധി തമിഴ് ചിത്രങ്ങളിലും മലയാള ചിത്രങ്ങളിലും തെലുങ്ക് ചിത്രങ്ങളിലും വേഷമിട്ടുള്ള മീനയെ തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് BJP കരുതുന്നത്. ഏതായാലും താൻ BJPയിൽ ചേരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും BJPയിൽ ചേരുന്നതിൽ തനിക്ക് അനിഷ്ടമില്ലെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ മീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ BJPയിൽ ഇനിയൊരു താരോദയം കൂടി ഉണ്ടാവുകയാണ്. മറ്റ് പല പാർട്ടികളിലും നിരവധി ചലച്ചിത്ര താരങ്ങൾ, സിനിമാ നടികളും നടന്മാരും ഒക്കെ തമിഴ്നാട്ടിലുണ്ടെങ്കിലും BJPയിലേക്കും ഇപ്പോൾ ചലച്ചിത്ര താരങ്ങൾ വന്നു തുടങ്ങിയെന്നുള്ള സൂചനയാണ് ഈ മീനയുടെ പുതിയ BJP പ്രവേശനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്.